എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ്? ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളോട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഓയിൽ ആൻഡ് ഗ്യാസ്. അത് എല്ലാവർക്കും അറിയാം. അതിപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റോ ഇന്ന ബ്രാഞ്ചോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ്? പല ആൾക്കാർക്ക് അറിയാം ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ളത്. നമ്മളിത് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഒരുപാട് സ്ട്രീമുകളുണ്ട്. ലൈക്ക് അപ്പ് സ്ട്രീം, മിഡിൽ സ്ട്രീം, ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ട് 3 സ്ട്രീമുകൾ. അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം റിഗിലൊക്കെ പോയിട്ട് ഓയിൽ എടുക്കണത്, അതായത് ഫോസിൽ വെച്ചിട്ടുള്ള ഓയിൽ ഇതൊക്കെ എടുക്കുന്നതാണ് അപ്പ് സ്ട്രീം. അവിടെ അതൊരു വലിയൊരു സ്ട്രീമാണ്. അതൊരുപാട് വർക്കുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പം പ്ലാന്റിൽ അല്ലെങ്കിൽ ONGCയിൽ 15 ദിവസം ഷിപ്പിലാണ്, 15 ദിവസം നാട്ടിലാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഈ ഒരു ഇതിലുള്ള വർക്കാണ്. ദെൻ മിഡ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതായത് റിഫൈനറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതും വലിയൊരു ഫീൽഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബില്യൺസ് ഓഫ് ബാരൽസ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ബാരൽസ് എടുത്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു വലിയൊരു ഫീൽഡാണ് വേറെ. ദെൻ ഡൗൺ സ്ട്രീം നമ്മളെ റിഫൈനറീസ്, നമ്മളിപ്പം കൊച്ചിയിലാണെങ്കിലും ഒരുപാട് സ്ഥലത്ത്, ഇപ്പം ഗുജറാത്തിലൊക്കെ ആണെങ്കിലും മുംബൈയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് റിഫൈനറീസ് ഉണ്ട്. IOCL, BPCL, റിലയൻസ്, അതുപോലുള്ള ഒരുപാട് റിഫൈനറീസ് ഉണ്ട്. ഇതും ഒരു വലിയൊരു സ്ട്രീമാണ്. ഓക്കെ, അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഈ 3 സ്ട്രീമും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നാട്ടിലേക്ക് ഒരുപാട് കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി വരുന്നത് വെച്ചാൽ NDT കോഴ്സ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്, അത് ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ദെൻ വേറെ ഒന്ന് വെച്ചാൽ സേഫ്റ്റി കോഴ്സ്. ഓയിൽ ആൻഡ് ഗ്യാസിൽ എങ്ങനെയൊക്കെയാണ് സേഫ്റ്റി? ഇതെന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസിൽ ഇപ്പോൾ ഒരു ഇയർലി അല്ലെങ്കിൽ ഒരു 3 മന്ത് വെച്ചിട്ട് നമുക്കൊരു ഫ്രഷേഴ്സിൻ്റെ ഓപ്പണിങ്സ് വേൾഡ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3,000 to 10,000 ഓപ്പണിങ്സ് വരാറുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഫ്രഷേഴ്സ്. അതിൽ NDT അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് 20%, 30% ടോട്ടൽ വേക്കൻസിയുടെ വരുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രീമിയമാണ്. ഓക്കെ, അത് നമുക്ക് പഠിച്ചാലേ മാത്രമാണ്, കുറച്ച് അറിഞ്ഞാൽ മാത്രമാണ് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ ഈ കോഴ്സിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രീമിയം സാധനം എങ്ങനെ കുറിച്ചേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ്.